സർക്കാർ ആശുപത്രിയിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ വിളിച്ചോതുന്ന ഒരു ആക്ഷേപ ഹാസ്യ നാടകം ഇതാ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അംഗീകാര ആശീർവാദങ്ങൾക്കായി സമർപ്പിക്കുന്നു. കല അല്ലെങ്കിൽ നാടകം സമൂഹത്തിന് നേർക്ക് പിടിക്കുന്ന ഒരു കണ്ണാടിയാകണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള വിനീത വിധേയനായ ഒരു സംവിധായകൻ ഇതിന്റെ പിന്നിലുണ്ട്. മൂല കഥാസന്ദർഭം ഒരു ടെലിവിഷൻ ഷോയിൽ നിന്നും കടം കൊണ്ടതാണെങ്കിലും അരങ്ങിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നും പരമാവധി ആസ്വാദ്യമാക്കാനുള്ള എല്ലാ ചേരുവകളും സമത്തിന് കൂട്ടിയോജിപ്പിക്കുവാൻ സംവിധായകനും നടന്മാരും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ യഥാർത്ഥ ചിത്രത്തിന്റെ തിരിച്ചറിവ് ഒരു പ്രേക്ഷകരിലേക്കെങ്കിലും സന്നിവേശിപ്പിക്കുവാൻ ഈ ആക്ഷേപഹാസ്യ നാടകത്തിന് കഴിഞ്ഞുവെങ്കിൽ ഞങ്ങൾ ധന്യരായി. അരങ്ങിന്റെ അപരിചിതത്വം ധാരാളം പേർന്ന കലാകാരന്മാരുടെ ഒരു ശ്രമമായി മാത്രം കാണണമെന്ന മുൻകൂർ ജാമ്യത്തോടെ നിങ്ങളുടെ അനുഭവത്തോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ നാടകം ദൈവത്തിന്റെ സ്വന്തം നാട്. നാടക രൂപാന്തരം സംവിധാനം കബീർ. രംഗത്ത് അനന്തു, ഖുർഷിദ്, ശീതൽ, അശ്വതി ആൻഡ് കബീർ. നൃത്തചലനങ്ങൾ ചിട്ടപ്പെടുത്തിയത് വിപിൻ ചന്ദ്രൻ. സാങ്കേതിക സഹായം രാമപുത്രൻ, വിശ്വനാഥൻ, ഷാജി. ദൈവത്തിന്റെ സ്വന്തം നാട് ഇതാ നിങ്ങൾക്ക് മുന്നിൽ. ചുമക്കുമ്പോഴേ ഞാൻ താഴത്ത് ചോദിച്ചാൽ കേൾക്കുന്നവർക്ക് നല്ല രസമായിരിക്കും. എന്ത് പ്രശ്നം? ഇതൊരു സർക്കാർ ആശുപത്രിയാ, ഇവിടെ ആളെ കയറും, ആള് കയറില്ല. അല്ല, താനിപ്പോ എന്തിനാ വന്നത്? എനിക്ക് ഡോക്ടർ ഒന്ന് കാണണം. താൻ ഓപ്പൺ ടിക്കറ്റ് എടുത്തോ? അയ്യോ, അത് ഞാൻ എടുത്തിട്ടില്ല. ഭയങ്കര തമാശകരം വന്നിട്ടു. ഞാൻ ഒരു ഡോക്ടറാണ് ഓപ്പൺ ടിക്കറ്റ് എടുത്തോ ചോദിച്ചേ. അയ്യോ ചേട്ടാ, അത് ഞാൻ എടുത്തിട്ടില്ലല്ലോ. താൻ ഇങ്ങോട്ട് വന്നേ. ക്യൂ കണ്ടോ? ആ ക്യൂവിന്റെ അങ്ങേ എത്തി പോയി നിൽക്കണം, എന്നാലും ഓപ്പൺ ടിക്കറ്റ് കിട്ടും. അയ്യോ, ആ ക്യൂവിന്റെ അങ്ങ് കിട്ടുമോ? ആ അങ്ങ് അറ്റം പോണെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ച് പോകണ്ട ചേട്ടാ. അതെ, ഓട്ടോറിക്ഷ എല്ലാം ചിലപ്പോ ടാക്സി വിളിക്കേണ്ടി വരും, അല്ലാണ്ട് അങ്ങേ എത്താൻ പറ്റുമോ? ഓ, എടുത്തിട്ടോ ഓപ്പൺ ടിക്കറ്റ് ഡോക്ടറെ കാണണമെങ്കിൽ. 11 മണിയായി, ഡോക്ടറെ കാണുന്നില്ലല്ലോ. ഈ ഡോക്ടർ അവിടെ പോയി എടുക്കാം. എന്താണ് പ്രശ്നം? അല്ല, ഈ ഡോക്ടർ അവിടെ പോയി പേഷ്യന്റ് ക്യൂ നിൽക്കുക. ഡോക്ടർ തിയേറ്ററിൽ പോയിരിക്കല്ലേ? കൊള്ളാം കൊള്ളാം, ഇത്രയും പേഷ്യന്റിന്റെ ക്യൂ നിൽക്കുന്ന സമയത്ത് ഡോക്ടർ തിയേറ്ററിൽ പോയി എടുക്കും. അല്ല, ഞാൻ അറിയാത്ത വിനയന്റെ ഡോക്ടർ കാണാൻ പോയിരിക്കുന്നു. എന്റെ പൊന്നുമണി, ആ തിയേറ്റർ അല്ല. പിന്നെ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിരിക്കല്ലേ? രണ്ടും ഒന്ന് തന്നെ. അയ്യോ, ഈ ഡോക്ടർക്ക് എന്ത് പറ്റി? ആ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പോയതോ അതോ ഡോക്ടർ ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്തോ? ഓ പണ്ടാരം, ആ ഓപ്പറേഷൻ തിയേറ്ററിലെ AC വർക്ക് ചെയ്യുന്നില്ല കഴിഞ്ഞ 4 മാസമായിട്ട്. എന്റെ പൊന്നുമണി, നീ അറിഞ്ഞില്ലേ അത്? ആ, ഇന്നലെ ഒരുത്തന്റെ തല പൊട്ടിയിട്ട് അവനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. അവൻ അനസ്തേഷ്യം കൊടുത്തു. എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടെന്നറിയോ? എന്താ? അവൻ എണീറ്റിരുന്ന് വീശുന്നു, അവന് ചൂടെടുക്കുന്നത് പോലും. അതെ, ഈ സർക്കാരിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. AC നന്നാക്കുന്നില്ല, ഈ ജന്മത്തിൽ ഇത് പരിഹരിക്കാനും പോകുന്നില്ല. അതെ, ഇങ്ങോട്ട് നോക്കിയേ, ഇതിന് പരിഹാരം ഈ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ മണി കണ്ടിട്ടുണ്ട്. മണിക്കറിയാവുന്ന ഇനി നമ്മുടെ ഓപ്പറേഷനെ ആ മരത്തിന്റെ ചൂട്ടിലായിരുന്നാൽ നല്ല കാറ്റ് കിട്ടും. ഇനി എങ്ങനെയുണ്ട്? എടോ മണി, തനിക്ക് എങ്ങനെയാ ഇവിടെ ജോലി കിട്ടിയത്? അത് പിന്നെ എന്റെ അച്ഛൻ വിളിച്ച വേക്കൻസിയില്ല. മിക്കവാറും തന്റെ മകന് ഇവിടെ ജോലി കിട്ടും. അല്ല ഡോക്ടറെ, അതെങ്ങനെയാ? എടോ, തന്നെ ഞാൻ കൊല്ലുമെന്ന്. ഡോക്ടറെ, അതൊക്കെ പോട്ടെ, നമുക്ക് ആ ലീസ്റ്റ് എടുക്കാൻ പോണ്ടേ? നമ്മുടെ 9ാം വാർഡിലെ ഞാൻ ആ ടൈപ്പല്ല. എടോ, തന്നെ ഞാൻ 9 എന്ന് പറഞ്ഞല്ലോ. പിന്നെ 9ാം വാർഡിലെ പ്രഗ്നന്റായ സ്ത്രീകൾ കിടപ്പുണ്ട്. താൻ അവിടെ പോയിട്ട് ലിസ്റ്റ് എടുത്തിട്ടോ. എന്നാ പിന്നെ ഞാൻ ലിസ്റ്റ് എടുത്തുതരാം. അല്ല, എങ്ങനെ ഇപ്പൊ ലിസ്റ്റ് എടുക്കേണ്ടത്? അതായത് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ വേണ്ടതുപോലെ കണ്ടവരെ നമ്മൾ എന്ത് ചെയ്യും? സുഖപ്രസവം. വേണ്ടതുപോലെ കാണാത്തവർക്ക് കൊള്ളാം കൊള്ളാം, മനസ്സിലായി മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ പോയി ലിസ്റ്റ് എടുത്തുതരാം. ഇപ്പൊ ശരിയാക്കിരാ, മണി പോയി ഇപ്പൊ എടുത്തുതരാം. എന്റെ ഡോക്ടർ ആകെ ക്ഷീണിച്ചു.
പോയല്ലോ. ബുദ്ധിമുട്ടായോ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. മുട്ടാ ബുദ്ധി വേണ്ടേ? ആക്ച്വലി ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ വളരെ ടയർഡ് ആകാറുണ്ട്. വിയർത്ത് കുളിച്ച് ക്ഷീണിക്കുമ്പോഴും ഞാൻ ടയർഡ് ആകാറില്ല. എന്തെന്നാൽ ചൂട് കൂടുന്നുണ്ട്. എനിക്ക് ഈ ചുമ കേൾക്കുമ്പോഴേ വല്ലാതെ ചൂട് കൂടുന്നുണ്ട്. വെറുതെ എങ്ങനെ ഇവിടെ ഇരുന്നൂടെ തളമ്മേ? പിന്നെ എന്തിനാ ഇവിടെ വന്ന് ചുമച്ച് ചാവാനാ? ദേവി, ഇവരെവിടെ നിന്ന് മാറ്റേണ്ടി വരും കേട്ടോ. ഇവരെ ഇവിടുന്ന് മാറ്റുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഡോക്ടറെ, മെഡിക്കൽ കോളേജിൽ നിന്ന് 4-5 പ്രാവശ്യം വിളിച്ചിരുന്നു. അവര് പുറത്തെ മുട്ടി വിളിച്ചോണ്ടിരിക്കുന്നേ. എന്തിന്? അവർക്ക് ഈ മാസം കീറി മുറിക്കാൻ ഇവിടുന്ന് ബോഡി ഒന്നും കിട്ടിയില്ലെന്ന്. നിങ്ങളെ കീറി മുറിക്കുമെന്നല്ല പറഞ്ഞത്. ഒന്നുമില്ല കേട്ടോ. അതെ ദേവി, കഴിഞ്ഞ മാസത്തെ ലിസ്റ്റ് പോയില്ലേ? ഈ മാസത്തെ ലിസ്റ്റ് ക്ലോസ് ചെയ്യണ്ട കേട്ടോ. ഇതിനെ കൂടെ കേറ്റാൻ പറ്റുമോ? ഒരു 4 ദിവസം വെയിറ്റ് ചെയ്യുന്ന ഇത് തട്ടിപ്പോകും. ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു കുഴപ്പമില്ല. ഹലോ. ഓക്കെ. ഏട്ടാ, ഞാൻ വീട്ടിൽ വിളിക്കാം. ഞാൻ ഡ്യൂട്ടിയിലാണ്, പിന്നെ വിളിക്കാം. ഓക്കെ. ദേവി, പിന്നെ അമേരിക്കയിൽ നിന്ന് എന്റെ ഏട്ടൻ വിളിച്ചിരുന്നു. ഏട്ടൻ ചോദിക്കുക, നീ എന്തിനിങ്ങനെ കേരളത്തിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വിയർത്ത് കുറിച്ച് കഷ്ടപ്പെടുന്നെന്ന്? അമേരിക്കയിലോട്ട് വന്നുകൂടെയെന്ന്. അവിടെ ആകുമ്പോ AC-യുടെ ആവശ്യമില്ല. പുറത്തും തണുപ്പ്, ഉള്ളിലും തണുപ്പ്. പിന്നെ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ എനിക്കവിടെ ദേവി, എന്റെ ദേവി. ദേവി ആശ്രയത്തും നടത്തേ. ശ്വാസം ഒന്ന് വലിച്ചു വിട്ടേ. ദേവി, ആ പൾസ് നോക്കി. എനിക്ക് 2 പൾസും കൂടെ കൂടുമ്പോൾ എന്റെ പൾസ് കയറി ദേവിയുടെ പൾസ് കയറുന്നുണ്ടോ? അയ്യോ, എന്താ ശബ്ദം വരുന്നുണ്ടല്ലോ. ഈ സ്ത്രീക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. പശു വാഴയിലെ കടിച്ചതുപോലെ ആക്കിയല്ലോ. ചെറുങ്ങനെ? നോ, ദേവിക്ക് ചുമ. അയ്യോ, ചുമ ഞാൻ സഹിക്കില്ല. ഇത് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണ്. ഒന്നിരുന്നേ, ഞാനൊന്ന് നോക്കട്ടെ. ഇല്ല, ഞാനിത് സഹിക്കില്ല. ഒന്ന് നോക്കട്ടെ. ശ്വാസം ഒന്ന് പിടിച്ചേ.